കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി സ്ഥാനാർത്ഥി മോഹികളായവർ, സ്ഥാനം കിട്ടാത്തവർ, പാർട്ടി സീറ്റ് കിട്ടാത്തവർ മറുകണ്ഠം ചാടുന്നത് തുടരുകയാണ്. ഇവർക്കൊക്കെ ആരോടാണ് സ്നേഹം? ഒരു സംശയവുമില്ല, ഇവർക്ക് സ്നേഹം സ്വന്തം കാര്യത്തിൽ മാത്രം. അവർക്ക് നന്നാവണം, അവരുടെ കുടുംബം നന്നാവണം. നാടിനെയോ നാട്ടുകാരെയോ പാർട്ടിയെയോ ഒന്നുമല്ല ഇവർക്ക് സ്നേഹിക്കുവാനുള്ളത്. സ്വന്തം കാര്യം സിന്ദാബ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഈ മറുകണ്ഠം ചാടുന്നവരിൽ പലരും. ഇവർ നിങ്ങളുടെ വീടുകളിൽ വോട്ട് ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കണം, എന്തിനാണ് സാറേ മറുകണ്ഠം ചാടിയത്? അപ്പോൾ അവർ പറയും, ഈ പാർട്ടിയാണ് ജനങ്ങളെ സേവിക്കുവാൻ നല്ലതെന്ന്. ജനങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും പാർട്ടി മാറി മറുകണ്ഠം ചാടുന്നത്. ഒരുപാട് കോൺഗ്രസ് മുഖങ്ങൾ മുൻമുഖങ്ങൾ ബി ജെ പി ഈ രണ്ടുപേരും അങ്ങയുടെയും അങ്ങയുടെ പിതാവിന്റെയും സന്തത സഹചാരികളായിരുന്നു. ഒന്ന് തമ്പാനിൽ ശ്രമിച്ചു, ഒന്ന് മഹേശ്വരനായിരുന്നു. എല്ലാരും സഹചാരികൾ തന്നെ. ഇതെല്ലാം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട കാൻഡിഡേറ്റുകളാണ്. അത് വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ പോയില്ലേ, ഇവന് അതിന് മേലെയുണ്ടോ സ്വന്തം സഹായം? മഹേശ്വരൻ നായർ, തമ്പാനൂർ സ്വദേശി ഒരുപാട് കോൺഗ്രസ് മുഖങ്ങൾ മുൻമുഖങ്ങൾ ബി ജെ പി ഈ രണ്ടുപേരും അങ്ങയുടെയും അങ്ങയുടെ പിതാവിന്റെയും സന്തത സഹചാരികളായിരുന്നു. ഒന്ന് തമ്പാനിൽ ശ്രമിച്ചു, ഒന്ന് മഹേശ്വരനായിരുന്നു. എല്ലാരും സഹചാരികൾ തന്നെ. ഇതെല്ലാം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട കാൻഡിഡേറ്റുകളാണ്. അത് വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ പോയില്ലേ, ഇവന് അതിന് മേലെയുണ്ടോ സ്വന്തം സഹായം? അതെ, ഇനി മറുകണ്ഠം ചാടുന്നവരുടെ സമയമാണ്. പണത്തിന് വേണ്ടിയും സ്ഥാനത്തിന് വേണ്ടിയും ജനങ്ങളെ സേവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കഴുതകളാക്കുന്നവരുടെ ഒരു മലവെള്ള പ്രവാഹമായിരിക്കും ഇനി വോട്ടർമാർ കാണുവാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം, നിങ്ങളുടെ സമ്മതിദാന അവകാശം നല്ലവർക്കായി വിനിയോഗിക്കുക.